നമസ്കാരം, ജനഹിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി വിധിയെക്കുറിച്ചാണ്. പ്രസവ അവധി അഥവാ മെറ്റേണിറ്റി ലീവ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണയായി വിചാരിക്കാറുള്ളത് പ്രസവിക്കുന്ന അമ്മമാർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണെന്നാണ്. എന്നാൽ ഈ ധാരണ തിരുത്തി കുറിക്കുന്ന വലിയൊരു മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കുട്ടികളെ ദത്തെടുക്കുന്ന അമ്മമാർക്കും അതുപോലെ തന്നെ അച്ഛന്മാർക്കും ഈ ആനുകൂല്യങ്ങൾ എങ്ങനെ ലഭിക്കുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണണം. നമ്മുടെ നാട്ടിലെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്ന അമ്മയ്ക്ക് മെറ്റേണിറ്റി ലീവ് ലഭിക്കണമെങ്കിൽ ആ കുഞ്ഞിന് 3 മാസത്തിൽ താഴെ മാത്രമേ പ്രായമുണ്ടാകാൻ പാടുള്ളൂ എന്നൊരു നിബന്ധനയുണ്ടായിരുന്നു. 2020 സോഷ്യൽ സെക്യൂരിറ്റി കോഡിലെ 64 വകുപ്പ് പ്രകാരമായിരുന്നു ഈ നിയമം. എന്നാൽ ഈ നിബന്ധന ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. ജസ്റ്റിസ് JB പർദിവാല, ജസ്റ്റിസ് R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ ചരിത്രപരമായ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിന്റെ അർത്ഥം ഇനി മുതൽ ദത്തെടുക്കുന്ന കുഞ്ഞിന്റെ പ്രായം എത്രയായാലും ആ അമ്മയ്ക്ക് നിയമപരമായ മെറ്റേണിറ്റി ലീവിന് അവകാശമുണ്ടാകും എന്നാണ്. പ്രസവിച്ചുണ്ടാകുന്ന കുഞ്ഞാണെങ്കിലും ദത്തെടുക്കുന്ന കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിന്റെ ആവശ്യങ്ങളും പരിചരണവും ഒരുപോലെയാണെന്ന് കോടതി പ്രത്യേകം നിരീക്ഷിച്ചു. 12 ആഴ്ചത്തെ അവധിയാണ് ഇത്തരത്തിൽ ദത്തെടുക്കുന്ന അമ്മമാർക്ക് ലഭിക്കുക. കുഞ്ഞിനെ കൈമാറി കിട്ടുന്ന ദിവസം മുതലാണ് ഈ അവധി കണക്കാക്കേണ്ടത്. ഇനി ഈ വിധിയിലെ ഏറ്റവും വിപ്ലവകരമായ മറ്റൊരു ഭാഗം പുരുഷന്മാരുടെ അവധിയെക്കുറിച്ചുള്ളതാണ്. സാധാരണയായി കുഞ്ഞുങ്ങളെ നോക്കുന്നത് സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന ഒരു ചിന്താഗതി നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ഇത് മാറണമെന്നും ചെറിയ കുഞ്ഞുങ്ങളുടെ അച്ഛന്മാർക്ക് പിതൃത്വ അവധി അഥവാ പെറ്റേണിറ്റി ലീവ് നൽകുന്നതിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ ഗൗരവമായി ആലോചിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കുഞ്ഞിനെ വളർത്തുക എന്നത് ലിംഗപരമായ ഒരു കടമയല്ല, മറിച്ച് മാതാപിതാക്കൾ രണ്ടുപേരും ചേർന്ന് ചെയ്യേണ്ട ഒന്നാണെന്നും കോടതി ഓർമ്മിപ്പിക്കുന്നു. അച്ഛന് അവധി നൽകാതിരിക്കുന്നത് കുട്ടിയുടെ വളർച്ചയെയും അച്ഛനും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെയും ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതിൽ അനുകൂലമായ നിയമനിർമ്മാണം ഉണ്ടാകുമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം 10-ൽ കൂടുതൽ ജീവനക്കാരുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട്. ദത്തെടുക്കൽ നടപടികൾ നിയമപരമായിരിക്കണം എന്നത് നിർബന്ധമാണ്. രേഖകൾ കൃത്യമായിരിക്കണം. പലപ്പോഴും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇത്തരം നിയമങ്ങളെക്കുറിച്ച് അറിവുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഇത്തരം അവധി നിഷേധിച്ചാൽ നിങ്ങൾക്ക് ലേബർ ഓഫീസിനെയോ കോടതിയോ സമീപിക്കാവുന്നതാണ്. സർക്കാർ ജീവനക്കാർക്ക് നിലവിൽ കേരളത്തിൽ 180 ദിവസം വരെ മെറ്റേണിറ്റി ലീവ് ലഭിക്കുന്നുണ്ട്. എന്നാൽ സ്വകാര്യ മേഖലയിൽ ഇത് 26 ആഴ്ചയാണ്. ദത്തെടുക്കുന്നവർക്ക് ഇത് 12 ആഴ്ചയാണ് ലഭിക്കുന്നത്. ഈ വിഷയത്തിൽ പലർക്കും പറ്റുന്ന ചില തെറ്റുകൾ നമുക്കൊന്ന് നോക്കാം. പലരും വിചാരിക്കുന്നത് പ്രസവിച്ചാൽ മാത്രമേ അവധി കിട്ടൂ എന്നാണ്. എന്നാൽ നിയമപരമായി കുഞ്ഞിനെ ദത്തെടുക്കുന്നവർക്കും ഇതിന് അർഹതയുണ്ട്. അതുപോലെ തന്നെ അവധിക്ക് അപേക്ഷിക്കുമ്പോൾ കൃത്യമായ രേഖകൾ ഹാജരാക്കാത്തതും ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാകും. അഡോപ്ഷൻ അതോറിറ്റിയുടെ കയ്യിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഇതിനായി അത്യാവശ്യമാണ്. നിങ്ങളൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് പരിശോധിക്കുക. നിയമം എല്ലാവർക്കും ബാധകമാണ്. കരാറിൽ എന്തെഴുതിയാലും രാജ്യത്തെ നിയമത്തിന് മുകളിൽ അത് നിലനിൽക്കില്ല എന്ന് നമ്മൾ ഓർക്കണം. ഇതൊരു ചെറിയ മാറ്റമല്ല. ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് വലിയൊരു ആശ്വാസമാണിത്. പ്രത്യേകിച്ച് വനിതാ ചികിത്സകൾ പരാജയപ്പെട്ട് ദത്തെടുക്കലിലേക്ക് തിരിയുന്ന ദമ്പതികൾക്ക് കുഞ്ഞുമായി അടുക്കാനും അവരെ പരിചരിക്കാനും ഈ 12 ആഴ്ചത്തെ അവധി വലിയ സഹായകമാകും. അതുപോലെ തന്നെ അച്ഛന്മാർക്ക് അവധി നൽകുന്നതിലൂടെ കുടുംബ ഉത്തരവാദിത്തങ്ങൾ പങ്കിടുന്ന പുതിയൊരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർന്നു വരും. 2026 നമ്മൾ നിൽക്കുമ്പോൾ ഇത്തരം പുരോഗമനപരമായ തീരുമാനങ്ങൾ നമ്മുടെ തൊഴിലിടങ്ങളെ കൂടുതൽ സ്ത്രീ സൗഹൃദമാക്കും എന്നതിൽ തർക്കമില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഇത്തരം ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് പോർട്ടൽ വഴിയോ പരാതി നൽകാൻ മടിക്കരുത്. നിയമങ്ങൾ നമുക്ക് വേണ്ടിയുള്ളതാണ്. അത് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്കീമുകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൃത്യമായി അറിയാൻ ഔദ്യോഗിക പോർട്ടലുകൾ സന്ദർശിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റ് ചെയ്യുക.